ചുടുകനൽ കത്തിയെരിഞ്ഞാളുന്ന തീക്കുണ്ടത്തിലേക്ക് എടുത്തുചാടാൻ ശൈഖ് അവർകൾ കൽപ്പിച്ചു. ഭവ്യതയുള്ള മുരീദന്മാർ അതനുസരണയോടെ ഓരോരുത്തരായി അതിലേക്ക് എടുത്തു ചാടി. വീണ്ടും വീണ്ടും വിറകും ചിരട്ടയും കൊണ്ട് വരപ്പെട്ടു. 7 ദിവസത്തോളം ആളി കത്തിച്ചു. ചാടിയവർ മുഴുവനും ചാരമായി തീർന്നെന്ന് ചുറ്റും നിന്നവർ തീർത്തും വിശ്വസിച്ചു. 7-ാം ദിവസം ശൈഖ് മൗല റളിയല്ലാഹു അൻഹുവും അതിലേട്ട് എടുത്തു ചാടി, കൂടെ ഖാദിമായ മുഹമ്മദിക്കയും. കുറച്ച് സമയത്തിന് ശേഷം മൗലാത്തങ്ങൾ അതിൽ നിന്നും കയറി വന്നു. പിന്നിൽ വരിവരിയായി ആഴ്ചകൾക്ക് മുമ്പ് ചാടിയ മുരീദന്മാരും ചുറ്റും നിന്നവരുടെ കണ്ണുകൾക്ക് ആശ്ചര്യം. കൂടെ പുറത്തു വന്നവരോട് 100 ചോദ്യങ്ങളും. തീ, ചൂട്. അവർ, തീയോ? ഞങ്ങൾക്ക് അവിടെ കാണാനായത് കുറച്ച് കട്ടിലുകളാണ്, അതിന്മേൽ പച്ചവിരി. അല്പം നേരം ഒന്ന് മയങ്ങിപ്പോയി. ഉണർന്നപ്പോൾ മൗല ഗുരുവിൻ്റെ കൂടെ കയറി ഇങ്ങ് പോന്നു. ഒരാഴ്ച പിന്നിട്ടത് പോലും അവർ അറിഞ്ഞില്ലായിരുന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരം ഭാഗത്ത് മാരകമായ പ്ലേഗ് ബാധിച്ച് ദിവസേന നിരവധി പേർ മരണമടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചുറ്റുമുള്ള ശിഷ്യരോട് ഷെയ്ഖ് മുഹമ്മദ് ജലാൽ മൗല റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച ചികിത്സാ ശൈലിയായിരുന്നു ഇത്. ചില ആരിഫ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാഹ്യമായി വിലയിരുത്തൽ അസാധ്യമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന് അത്ര സുപരിചിതമല്ലെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലബാറിലെ വഴിയും വെളിച്ചവും താങ്ങും തണലുമായിരുന്ന അനേകം സൂഫി പണ്ഡിതർക്ക് ആത്മജ്ഞാനവും ഹൃദയ വെളിച്ചവും പകർന്നു നൽകിയ ആത്മീയ ലോകത്തെ സൂര്യ തേജസ്സായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് മൗല ജലാൽ മസ്താനുൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. മംഗലാപുരം ബന്ദറിൽ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും ഹിജ്റ 23 നിർമ്മിച്ച സീനത്ത് ബഖ്ഷ് പള്ളിക്ക് ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ആരായിരുന്നുവെന്ന് വരച്ചുകാട്ടാൻ എൻ്റെ അക്ഷരങ്ങളും ശബ്ദങ്ങളും അശക്തമാണ്. എങ്കിലും അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന ചിത്രത്തിൽ നിന്ന് മൗലായുടെ ഒരു നിഴൽ രൂപമെങ്കിലും കിട്ടിയാൽ അല്പമെങ്കിലും ആശ്വസിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലബാർ കണ്ട ഏറ്റവും വലിയ പരിത്യാഗി മടവൂർ CM വലിയുല്ലാഹിയുടെ ഷെയ്ഖ് ചെറുകുഞ്ഞിക്കോയ തങ്ങൾ അവരുടെ ആത്മീയ ഗുരു ജലാൽ മൗലയാണ്. ആത്മീയ ഫക്കീർ അമ്പങ്കുന്ന് ബീരാനൗലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖ് ചെല്ലൂർ സൂഫി ഹാജി അവർക്ക് ആത്മദാഹം തീർത്തുകൊടുത്ത ആത്മീയ ആചാര്യൻ ജലാൽ മൗലയാണ്. കാലം കണ്ട ഔലിയാക്കളുടെ സുൽത്താൻ കണ്യാല മൗല എന്ന പേരിൽ വിശ്രുതരായ കണ്യാല അബ്ദുള്ള ഹാജി തങ്ങളുടെ ആത്മീയ ഗുരു, ആത്മീയ ലോകത്തെ സൂര്യ തേജസ് പാടത്തായിൽ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹു അവർക്ക് ദീർഘകാലത്തെ ശിക്ഷണത്തിലൂടെ ആത്മജ്ഞാനവും പിൻഗാമിത്വവും കൈമാറിയ മഹാഗുരുവാണ് ജലാൽ മൗല. കേരളക്കരയ്ക്ക് സുപരിചിതരായ സൂഫി വര്യൻ ആലുവായ് അബൂബക്കർ മുസ്ലിയാർ ആത്മശിക്ഷണത്തിന് പാടത്തായിൽ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മൗലയെ സമീപിച്ച ശേഷം ജലാൽ മൗലയുടെ തിരുസന്നിധിയിലും ശേഷം അവിടുത്തെ ഗുരുവിൻ്റെ സന്നിധിയിലും തേടിപ്പോയി എന്നാണ്